നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് നമ്മോട് ചോദിക്കും. എനിക്ക് വലിയ സന്തോഷം ഇവിടെ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് സ്വയം സേവകരായി ഒരാളുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല ഓൺലൈനിലൂടെ അപേക്ഷ നൽകി ഇതിന്റെ സംഘാടക സേവകരായി മാറാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചേർത്തി വന്നതെന്നാണ്. വലിയ സന്തോഷമായി. രാവിലെ 200-ലധികം ആളുകളോട് പങ്കെടുത്തു. ഇപ്പൊ ഏകദേശം 200-ഓളം ആളുകൾ ഈ സദസ്സിലുണ്ട്. ഒന്നിച്ചെല്ലാവരും കൂടി എടുത്താൽ ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷിയും സൗകര്യവും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് 2 ഷിഫ്റ്റാക്കി നടത്തിയതൊക്കെ പറയുമ്പോൾ അഭിമാനം തോന്നാണ്. കാരണം വെച്ചാൽ നിങ്ങള് കുടുംബവും മക്കളും ഒക്കെ ഉള്ള ആളുകളാണ്. നിങ്ങളെ പോലുള്ള ഒരു 200-250-ഓളം വനിതാ വളണ്ടിയർമാരെ നമ്മുടെ മക്കയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ നമ്മള് നിങ്ങളെ പോലുള്ള ആളുകൾ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ ബന്ധുക്കള് മക്കളൊക്കെ ഗൾഫിലുള്ള ആളുകൾ ഹജ്ജിന്റെ സമയത്ത് വിസിറ്റ് വിസയിലേക്ക് കൊണ്ട് അവിടെ സേവനത്തിന് നിർത്തുന്നുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് പടച്ചറപ്പിന്റെ അതിഥികളായി പുണ്യഭൂമിയിൽ നിന്ന് ഹജ്ജാജിമാർക്ക് സേവനം നൽകാനുള്ള മനസ്സെന്ന് തട്ടിയിട്ട് അവർ പറയാണ് എന്റെ ഞാൻ വരാൻ തയ്യാറാണ്. അതുപോലെ തന്നെ അവിടെ ഫാമിലി, ഭാര്യയും ഭർത്താവും ഫാമിലിയിൽ നിൽക്കുമ്പോൾ അവർക്ക് മക്കളുണ്ടാവും. ആ മക്കളെ നോക്കാൻ ആളില്ലാതെ അവരെന്താവും അമ്മായിമനെയോ അമ്മോശാക്കനെയോ അല്ലെങ്കിൽ വാപ്പനെയോ ഉമ്മയൊക്കെ എന്താവും വിശുദ്ധിന് അവരുടെ ഉള്ളതിന് ആ സമയത്ത് മക്കളെ നോക്കിയിട്ട് അവരെന്ത് ചെയ്യാം സേവനത്തിന് പോവാം. അങ്ങനെ മക്കളേക്കും ഒക്കെ സേവനത്തിന് വരുന്ന ആളുകളുണ്ട്. അത് സേവനം ചെയ്യാന്നുള്ളത് മനസ്സിന്റെ ഉള്ളിൽ തട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ മുസ്ലിം ലീഗ് പ്രസ്ഥാനം രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഇന്ന് ഇന്ത്യ രാജ്യത്ത് അല്ല ലോകത്ത് തന്നെയാണ് പറയാം ഇത്രമാത്രം മാതൃകാപരമായി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവും. നമുക്ക് അർത്ഥശങ്കത്തിൽ നമുക്ക് അഭിമാനിക്കാം, നമുക്ക് അത് ധൈര്യപൂർവ്വം പറയാം, അന്തസ്സോടെ പറയാം. ഞാനൊരു ലീഗുകാരിയാണ്, ഞാനൊരു വനിതാ ലീഗിന്റെ വളണ്ടിയറാണ് എന്ന് അന്തസ്സോടെ പറയാം. ഇപ്പൊ നമുക്ക് സൂചിപ്പിച്ചല്ലോ, വയനാട്ടിൽ വലിയ നമ്മുടെ നാടിനെ മുഴുവൻ നിൽക്കിയ വലിയ ഒരു ദുരന്തം ഉണ്ടായപ്പോ അവിടെ നമ്മുടെ വൈദ്യകാരന്റെ മക്കള് മാസങ്ങളോളം അവിടെ നിന്ന് വർക്ക് ചെയ്തപ്പോ, ദിവസങ്ങളോളം വീട്ടിലേക്ക് പോരാതെ കുടുംബത്തെ നോക്കാതെ അവിടെ വർക്ക് ചെയ്തപ്പോ അവരിന്ന് ലോകം മുഴുവൻ അവരെ സല്യൂട്ട് അടിക്കാണ്. എന്തിന്? ഒന്നും നോക്കിയില്ല. അവരുടെ ജാതി നോക്കിയില്ല, മതം നോക്കിയില്ല, വർഗം നോക്കിയില്ല, പാർട്ടി നോക്കിയില്ല. അവരെന്താ ചെയ്തത്? മാനുഷിക പരിഗണന മാത്രം. മനുഷ്യജീവിയാണ്, തന്റെ സഹജീവിയാണ് എന്ന ഒറ്റ മാനദണ്ഡം മാത്രം നോക്കി അവര് മുഴുവൻ ആളുകൾക്കുള്ള എല്ലാ സേവനങ്ങളും ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം നൽകി, വസ്ത്രം വേണ്ടവർക്ക് വസ്ത്രം നൽകി, അതുപോലെ തന്നെ മയ്യത്ത് പരിപാലനത്തിനും ചികിത്സ വേണ്ടവർക്ക് ചികിത്സ നൽകി. അത്തരത്തിലുള്ള വലിയൊരു സേവനമാണ്. അതുപോലെ നമുക്കറിയാം, കോഴിക്കോട് മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് എത്ര CH സെന്ററുകളുണ്ട്. അവിടെ എത്രമാത്രം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഓരോ CH സെന്ററുകളും ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്കാണ് ആശാ കേന്ദ്രമായി മാറുന്നത്. അതൊക്കെ നമ്മുടെ ഈ പാർട്ടി, നമ്മളൊക്കെ ഈ പാർട്ടിന്റെ കീഴിൽ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഓരോ നന്മകളാണ്. നമുക്കൊക്കെ അതിലേക്ക് നമ്മുടെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രസിഡന്റ് ആവാനോ അല്ലെങ്കിൽ സെക്രട്ടറി ആവാനോ അല്ലെങ്കിൽ മത്സരിക്കാനോ വാർഡ് മെമ്പർ ആകാനോ അല്ല. നമ്മൾ പഠിച്ച ഉറപ്പിന്റെ പ്രീതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിച്ച തമ്പോലെ നമുക്ക് ആരോഗ്യം തന്നു, നമുക്ക് ആയുസ് തന്നു. നാളെ നമ്മൾ ചോദ്യം ചെയ്യും, ഞാൻ ആരോഗ്യവും ആയുസും തന്നപ്പോ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നമ്മുടെ കുടുംബം നോക്കണം. നമുക്ക് ഒന്നാമതായി കുടുംബം നോക്കണം. കുടുംബത്തിന്റെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി നമുക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ട്. ആ സമയം എങ്ങനെ സമൂഹത്തിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും? അങ്ങനെയാണ് നമ്മളിങ്ങനെ ആയത്. നമുക്ക് മുന്നേ നടന്നു പോയ നമ്മുടെ മാർഗദർശികളായിട്ടുള്ള നേതാക്കന്മാരെ നമ്മൾ പഠിക്കണം. നമ്മുടെ പ്രിയങ്കരനായ ഹൈദരബിലും ബാഹ്യഹിതങ്ങളും ചിരി സാഹിബും ഒക്കെ ഇന്ന് ഈ സമൂഹത്തിന് അവരുടെ ജീവനവും സമ്പത്തും അർപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം.